അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ദുൽഹിജ്ജ തിങ്കൾ, പരിശുദ്ധ ഹജ്ജിര തിങ്കൾ നീളമൊന്നുള്ളൂ കടന്നു വന്നിട്ടുണ്ട്. കാസുള്ളോ മനുഷ്യ അഥവാ അത് തൗഫീക്ക് ലഭിച്ച മനുഷ്യ ഹജ്ജ് നിർവഹിക്കുക. പരിശുദ്ധ ഹജ്ജ് കർമ്മ ഒരാൾ നിർവഹിച്ചെങ്കിൽ അവൻ്റെ സമ്പൂർണ്ണ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. അതുപോലെ ചില ഹദീസുകളിൽ ഇന്ന കർമ്മങ്ങൾ ചെയ്തെങ്കിൽ അതുകൊള്ളതായ പ്രതിഫലം ഹജ്ജിക്ക് ലഭിച്ച് പ്രതിഫലം പോലെ ലഭിക്കുക ചൊന്തു ചില ഹദീസുകളിൽ നമുക്ക് കാണും. മൻ ഖറജ മിൻ ബൈതിഹി മുതത്വഹിറൻ ഇലാ സ്വലാത്തിൻ മക്തൂബത്തിൻ, ഔത്തുലു ഉളു എടുത്തിട്ട് ഫർള് നിസ്കാരത്തിന് വേണ്ടിയിട്ട് 5 വക്ത നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഒരാൾ പള്ളി നടന്നിട്ട് പോകേണ്ടതെന്ന് കണ്ടെങ്കിൽ ഫഅജ്റുഹു കഅജ്രിൽ ഹാജി മുഹരിമി, ആ മനുഷ്യക്ക് ഹജ്ജ് ചെയ്തതിരെ പ്രതിഫലം ആ മനുഷ്യക്ക് കൊടുക്കുക ചൊന്തു അഷ്റഫുൽ ഖൽക്കായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് പരിപാടിയുണ്ട്. എന്നിട്ട് വമൻ ഖറജ ഇല തസ്ബീഹി ളുഹ സുന്നത്ത് നിസ്കരിക്കുക വേണ്ടിയിട്ട് ഒരാൾ നല്ല നിയത്തിലോടുകൂടെ പള്ളിയിൽ പ്രവേശിക്കരുതെന്ന് കണ്ടെങ്കിൽ ഇല്ലാ ഇയ്യാഹു ഫാജിറുഹു കാജിരിൽ മുഅ്തമിരി, ഉംറ നിർവഹിച്ചതിരെ പ്രതിഫലം അല്ലാഹു തആല ആ മനുഷ്യക്ക് കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലർ ഒരു മനുഷ്യ ഉദാഹരണക്ക് ളുഹർ നിസ്കാരം നിർവഹിച്ചിട്ട് അതിലെ പിന്നെ ഉള്ള നിസ്കാര അസ്വർ, ഈ അസ്വറും ളുഹറും ഇടയ്ക്ക് ഒരു ദോഷവും ചെയ്യാണ്ട് ഒരു വേണ്ടാത്തതും ചെയ്യാണ്ട് ആ മനുഷ്യൻ ളുഹർ നിസ്കരിച്ചിട്ട് അത് ഈ ളുഹറും അസറുടെ ഇടയ്ക്ക് ഒരു പാപവും ചെയ്യാണ്ട് അസർ അവൻ നിർവഹിച്ചെന്ന് കണ്ടാൽ ആ നിർവഹിച്ച അസർ നിസ്കാരത്തെ അല്ലാഹു തആല സ്വീകരിക്കരുത്. അതിലെ കിതാബുൻ ഫി ഇല്ലിയീൻ എന്ന ജാഗയിൽ അല്ലാഹു തആല അതിനെ സൂക്ഷിച്ചു വെക്കരുത്. ആ സത്കർമ്മത്തിലെ പ്രതിഫലത്തെ ചൊന്തു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വഴിപാടിയിട്ടുണ്ട്. അപ്പോൾ ഈ സത്കർമ്മങ്ങൾ ചെയ്തെങ്കിൽ അല്ലാഹു തആല ഹജ്ജിര സത്കർമ്മത്തെ ചെയ്തതിന് കൂലി അല്ലാഹു തആല തണ്ട് ചൊന്തു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് വഴിപാടിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.